ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ മാർക്കറ്റ് ഒരു ഡബിൾ ടോപ്പ് എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത്. മാർക്കറ്റിന്റെ ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് 53,350 ആയിരുന്നു നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ആ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ വരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കണ്ടത് മാർക്കറ്റ് ഏറ്റവും ഉയരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഇവിടുത്തെ കറക്ഷന് ശേഷം അതല്ലെങ്കിൽ കൺസോളിഡേഷൻ ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മാർക്കറ്റ് കയറി പോകാൻ പാടുള്ളൂ. കാരണം സ്റ്റീപ്പായിട്ട് കഴിഞ്ഞ ഈ മാസം 10-ാം തീയതി മുതൽ ഏകദേശം നല്ലൊരു പോയിന്റ് 50,561 54,400 വരേക്ക് ഏകദേശം 4,000 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അതൊരു മാസം കൊണ്ട് ഒരു 10% അടുത്ത് മാർക്കറ്റ് മൂവ്മെന്റ് തന്നു എന്നുള്ളതുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്യാം, ഒരു കറക്ഷന് വരാമെന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്ത് ചെയ്തു, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ചെറിയൊരു ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് മാത്രമേ വന്നിട്ടുള്ളൂ. ഉച്ചവരേക്ക് എന്നത്തെ പോലെ എന്ത് ചെയ്തു, മാർക്കറ്റ് മൂവ്മെന്റ് തന്നു. അതിനുശേഷം സൈഡ് വൈസ് പിന്നീട് എന്ത് ചെയ്തു, ക്ലോസിംഗ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി ഒരു ബിയറിഷ് ക്യാൻഡിലാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഫോം ചെയ്തിട്ടുള്ളത്. 53,000 താഴെ ക്ലോസിംഗ് തന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഫർദർ ഡൗൺ സൈഡ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി 52,600 മുതൽ 52,800 വരേക്ക് ഡെയിലി ക്യാൻഡിൽ ഒരു പ്രസൻസ് കാണുന്നത് 52,600 അല്ലെങ്കിൽ 52,800 എന്നുള്ള ലെവലുകളാണ്. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യാം, 52,627 അല്ലെങ്കിൽ 52,800 വരേക്ക് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഡെയിലി ക്യാൻഡിൽ സപ്പോർട്ട് എടുക്കാൻ വരാം എന്നുള്ളതുകൊണ്ട് നമുക്ക് നാളെ എങ്ങനെ ആയിരിക്കണം നിഫ്റ്റി ബാങ്കിൽ ട്രേഡ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു ഡൗൺ സൈഡ് ട്രേഡ് 52,900 തന്നെ എന്ത് ചെയ്യാം, ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം. എപ്പോഴും ഒരു പുൾ ബാക്കിന് ശേഷമുള്ള ട്രേഡ് ആണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. കാരണം ഇന്നത്തെ മാർക്കറ്റ് നോക്കിയാലും നമുക്കറിയാൻ പറ്റും എന്ത്, ഫസ്റ്റ് ഉണ്ടാക്കിയ 5 മിനിറ്റിന്റെ ക്യാൻഡൊക്കെ നോക്കാം. ഇവിടെ ഫസ്റ്റ് ഉണ്ടാക്കിയ ക്യാൻഡിൽ ഡോജി ആയിരുന്നു. അതിനുശേഷം ഒരു പ്രാവശ്യം പോലും എന്ത് ചെയ്തില്ല, മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടില്ല. കറക്റ്റായിട്ട് ഡേ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എൻട്രി ഉണ്ടായിരുന്നു. ഈ ലെവലിന് ഡേ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി ഉണ്ടായിരുന്നു. അത് ഷാർപ്പായിട്ട് മൂവ്മെന്റ് തന്നു. ആ 10 മണിക്ക് ശേഷം എന്ത് ചെയ്തു, സൈഡ് വൈസ് ആയിരുന്നു. ഒരു ഇൻവെർട്ടഡ് പോളൻ ഫ്ലാഗ് എന്ന ലെവലിലേക്ക് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം അറിയുന്നത് വീണ്ടും ഒരു ഫാള് തന്നു. പിന്നീട് ഒരിക്കൽ പോലും അപ്സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തിട്ടില്ല. നാളെ എന്ത് ചെയ്യാം, ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇനി അപ്സൈഡ് ട്രേഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ 53,358 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് തന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, അപ്സൈഡിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. അതിനിടയ്ക്കുള്ള ട്രേഡുകൾ നമ്മൾ ഒഴിവാക്കാം. മുകളിലുള്ള ട്രേഡ് നാളെ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം മാർക്കറ്റ് ഒരു ദിവസം അപ്സൈഡ് ഒരു ദിവസം ഡൗൺ സൈഡ് എന്നുള്ള സിനാരിയോ ക്രിയേറ്റ് ചെയ്യാറില്ല. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ദിവസങ്ങളൊക്കെ വോൾട്ടാലിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാറുള്ളതുകൊണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടും ഇങ്ങനത്തെ ട്രേഡുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി നിഫ്റ്റിയിലാണെങ്കിലും സെയിം സിനാരിയോ ആയിരുന്നു. ഏറ്റവും കൂടുതൽ താഴെ വന്നിട്ടുള്ളതും നിഫ്റ്റി ആയിരുന്നു. ഇതേ രീതിയിലാണ് എന്ത് ചെയ്തത്, മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നത്. ഒരു അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് 24,000 അത്യാവശ്യം നല്ലൊരു ഏരിയ മൂവ് ചെയ്യാണ്ട് ഡെയിലി ക്യാൻഡിൽ. ഇനി 15 മിനിറ്റിലാണെങ്കിലോ നമുക്ക് അത്യാവശ്യം മൂവ് ചെയ്യാനുള്ളതുകൊണ്ടും ഒരു 24,338 അതേപോലെ 24,263 ടാർഗറ്റ് ചെയ്തിട്ട് ഫ്ലാറ്റ് ഓപ്പണിങ്ങിലും ചെറിയ ഡൗൺ സൈഡ് ആണെങ്കിലും നമുക്ക് ചെയ്യാം. ഫുൾ സൈഡിലേക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഹോൾ സൈഡിലേക്കുള്ള ട്രേഡുകൾ നാളെ ഒന്നും തന്നെ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി നിഫ്റ്റിയുടെ കേസിലാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഫോം ചെയ്ത രീതി നോക്കുകയാണെങ്കിൽ 1.5% നിഫ്റ്റി ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ടായിരുന്നു. താഴെ വന്ന് സപ്പോർട്ട് എടുക്കുമെന്ന് തോന്നിച്ചെങ്കിലും എന്ത് ചെയ്യാം, നിഫ്റ്റി ചെറിയ പുൾ ബാക്ക് ആയിട്ട് കാണിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഡൗൺ സൈഡ് വന്നത്. ഈ ഒരു ഏരിയയിൽ എത്തിയ സമയത്ത് ഈ ഒരു പുൾ ബാക്ക് കണ്ടപ്പോൾ ഞാൻ കൂട്ടിയത് എന്താണ്, മാർക്കറ്റ് പതുക്കെ ഉച്ചയ്ക്ക് ശേഷം പതുക്കെ സ്വിച്ച് ചെയ്തിട്ട് 25,962 അടുത്ത് എവിടെയെങ്കിലും പോയിട്ട് ക്ലോസ് ചെയ്യുന്നതാണ്. പക്ഷെ എന്ത് ചെയ്തു, മാർക്കറ്റ് അവിടെ നിന്ന് ഡൗൺ സൈഡ് ആണ് വന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇനി ഇതിന് താഴെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ലെവൽ വരേക്ക് ട്രേഡ് ടാർഗറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ഡൗൺ സൈഡ് ട്രേഡിൽ എന്ത് ചെയ്യാം, മാക്സിമം ഫോക്കസ് ചെയ്യാം. മുകൾക്കാണെങ്കിൽ എന്ത് ചെയ്യണം, ഇതിന് മുകളിൽ നാളെ ക്ലോസിംഗ് തരികയാണെങ്കിൽ മാത്രം മറ്റന്നാൾ എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. നാളെ എന്തായാലും കോൾ സൈഡിലുള്ള ട്രേഡൊന്നും പ്ലാൻ ചെയ്തില്ല. ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ ഡൗൺ സൈഡ് വരികയാണെങ്കിൽ ഞാൻ ഉച്ചയിലെ ട്രേഡ് പ്ലാൻ ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇൻസൈഡ് ക്യാൻഡിൽ ആവാനുള്ള സാധ്യത അല്ലെങ്കിൽ ഡോജി ടൈപ്പ് ക്യാൻഡിൽ ആവാൻ ഇവിടെ തീരാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് കോൾ സൈഡിലുള്ള ട്രേഡുകളും ബാക്കിയുള്ള ട്രേഡുകൾ ഒഴിവാക്കിയിട്ട് ഡൗൺ സൈഡ് ട്രേഡ് മാത്രം ഫോക്കസ് ചെയ്ത് നാളത്തെ നമ്മുടെ ട്രേഡുകളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. നമ്മളെടുത്ത സ്റ്റോക്കുകളൊക്കെ ഷോർട്ട് ടൈമിലേക്കുള്ള സ്റ്റോക്കുകളൊക്കെ NMDC ആണെങ്കിലും അതേപോലെ മറ്റുള്ള സ്റ്റോക്കുകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് കയറി പോകുന്നുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ മിഡ് ക്യാപ്പിൻ്റെ ഒക്കെ ഒരു നോക്കിയാൽ മതി. 0.8% ഉള്ള ഏറ്റവും കുറഞ്ഞ്
താഴെ വന്നത് മിഡ് ക്യാപ്പാണ്. സത്യം പറഞ്ഞാൽ ഒരു വോളറ്റിലിറ്റി സത്യം പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തു എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം രാവിലത്തെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് വലിയൊരു ഡൗൺ സൈഡ് വന്ന് 13,323 ലക്ഷം 13,184 എന്നുള്ള ലെവലിക്ക് നല്ലൊരു ഡൗൺ സൈഡ് ഫാള് തന്നു. തൊട്ടടുത്ത് 13,184 നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു, അതേ ഏതാണോ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് മുമ്പ് ആ ഹൈയിൽ വരെ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത് സൈഡ് വൈസ് ആയിട്ട് തീർന്നത്. അപ്പോൾ മിഡ് ക്യാപ്പിൽ വോളറ്റാലിറ്റി ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മിഡ് ക്യാപ്പിൽ എന്തായാലും അടുത്ത ദിവസങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുന്നത് വരയ്ക്കുന്നില്ല. ഹോൾസെയിലേക്ക് ട്രേഡ് ഒന്നുമില്ല. 13,184 താഴെ ക്ലോസിംഗ് തന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ഏരിയയിൽ നമ്മൾ ഒരു ട്രേഡും പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.